പൊതികെ ന്യൂസിലേക്ക് സ്വാഗതം. വ്യാപാര മേഖലയിൽ അതീവ രൂക്ഷതയിലേക്ക് അമേരിക്കയും ചൈനയും നീങ്ങുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നിലയെക്കുറിച്ചുള്ള ആശങ്കകൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഈ സംഘർഷം വിപണികളെ അശാസ്ത്രീയമാക്കുകയും സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിലെത്തിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അമേരിക്കയുടെ നയരൂപരേഖകൾ ചൈനയ്ക്കെതിരെ കടുപ്പമാകുന്നതിനിടെ അതിനോട് മറുപടി നൽകാൻ കൂടുതൽ തന്ത്രപരമായി ചൈന മുന്നേറുകയാണ്. പ്രതിസന്ധികൾക്കിടയിൽ തന്നെ ചൈനയുടെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചതും അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ കൂടുതൽ ഉറച്ചതായും പുതിയ ഡാറ്റകൾ തെളിയിക്കുന്നു. ചൈന എടുത്ത നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നത്. താരിഫ് യുദ്ധം രൂക്ഷമാകുമ്പോഴും അതിന്റെ ആഘാതങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ ചൈനയ്ക്ക് സാധിച്ചതായാണ് ഇപ്പോഴത്തെ അവസ്ഥ. അമേരിക്ക ഉയർത്തുന്ന തടസ്സങ്ങൾക്കിടയിൽ പോലും 2025 ആദ്യ പാദത്തിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ 5.4% വളർച്ച കൈവരിച്ചുവെന്ന ഏറ്റവും പുതിയ ഡാറ്റ കാണിക്കുന്നു. വിശകലന വിദഗ്ധർ പ്രതീക്ഷിച്ച 5.1% വളർച്ചയെ തികച്ച് വലിയ നേട്ടമായിരുന്നു ഇത്. ജനുവരി മാർച്ച് കാലഘട്ടത്തിൽ 5.4% എന്ന വളർച്ചാ നിരക്ക് മുൻ പാദത്തിൽ തന്നെ രേഖപ്പെടുത്തിയതുമായി തുല്യമാണ്. ഉപഭോക്തൃ ചെലവിനെയും നിക്ഷേപത്തെയും ഉത്തേജിപ്പിക്കാൻ സർക്കാർ ഇറക്കിയ 30 ഇന പദ്ധതിയും സാമ്പത്തിക പുരോഗതിക്ക് കാരണമായിരുന്നു. ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിലെ മുതിർന്ന വിദഗ്ധൻ ഈ വളർച്ചയെ വളരെ നല്ല തുടക്കമെന്നാണ് വിശേഷിപ്പിച്ചത്. ബാങ്ക് വായ്പകളുടെ ഉയർച്ചയും ഫാക്ടറികളുടെ പ്രവർത്തന വേഗതയും അസമമായ വീണ്ടെടുക്കലിന്റെ ലക്ഷണങ്ങൾ കാട്ടുന്നു. അമേരിക്കയുടെ താരിഫ് ലക്ഷ്യം പ്രധാനമായും ചൈന ആയിരുന്നുവെങ്കിലും ചൈന അതിന് ശക്തമായ മറുപടി തന്നെയാണ് നൽകിയിരുന്നത്. അമേരിക്ക ചൈനീസ് സാധനങ്ങൾക്ക് 145% വരെ തീരുവ കൂട്ടിയതിന് മറുപടിയായി ചൈനയും 125% തീരുവ ഈടാക്കി. ഈ പരസ്പര താരിഫ് നീക്കങ്ങൾ ആഗോള വ്യാപാര വിപണികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ചൈന കടുത്ത ഒരു നിലപാടെടുത്തത് നൂതന സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് 7 അപൂർവ ഭൂമിധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നതിലൂടെയാണ്. നിർണായകമായ സമേരിയം, ഗാഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ലൂട്ടീഷ്യം, സ്കാൻഡിയം, ഇട്രിയം എന്നിവയും ഇവരുടെ ലോഹ സങ്കരങ്ങളുടെ ഓക്സൈഡുകളും സംയുക്തങ്ങളുമാണ് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. വൈദ്യുത വാഹനങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, റോബോട്ടിക്സ്, ഹൈബ്രിഡ് വാഹനങ്ങൾ, സംയുക്ത സാങ്കേതിക വിദ്യകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഈ ലോഹങ്ങൾ നിർണായകമാണ്. പ്രതിരോധ മേഖലയിലും ഈ ലോഹങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ഉദാഹരണത്തിന് ഓരോ F-35 യുദ്ധവിമാനത്തിലും ഏകദേശം 900 പൗണ്ടും ഒരു അന്തർവാഹിനിക്ക് 9000 പൗണ്ടിൽ കൂടുതലും അപൂർവ ഭൂമിധാതുക്കൾ ആവശ്യമുണ്ട്. 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ അമേരിക്കയുടെ അപൂർവ ഭൂമി ഇറക്കുമതിയിലെ 70% ചൈനയിലൂടെയായിരുന്നു. ഖനനം ചെയ്ത ഇവയുടെ 61% സംസ്കരിച്ച ഉൽപാദനത്തിന്റെ 92% ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഈ സാഹചര്യത്തിൽ കയറ്റുമതിയിലേക്കുള്ള നിയന്ത്രണം എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതായിരുന്നാലും ഏറ്റവും കൂടുതൽ ഇതിനെ ബാധിക്കപ്പെടുന്നത് അമേരിക്കയെ തന്നെയാകും. അമേരിക്കയുടെ സൈനിക വിതരണ ശൃംഖലകളെ തകർക്കുന്ന തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ വ്യാപിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക ഇതിന്റെ മറുപടിയായി ആഭ്യന്തര ഉൽപാദനം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെങ്കിലും നിലവിലുള്ള സ്റ്റോക്ക് കുറച്ച് മാസങ്ങൾക്കകം തന്നെ തീർന്നേക്കും. അങ്ങനെ വന്നാൽ അമേരിക്കയുടെ ആയുധശാലകൾ പോലും അടച്ചുപൂട്ടേണ്ട രീതിയിലേക്ക് വരുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്.